നമസ്കാരം. ഞങ്ങൾ ശബരിമലയ്ക്കാണ്. ഭാര്യ രാധികയുടെ ഏറെ നാളത്തെ ആഗ്രഹമായിട്ടുള്ള ശബരിമല ദർശനത്തിന്, അത് കന്നി മാളികപ്പുറമായിട്ടുള്ള ദർശനത്തിന് പോകുന്ന വീഡിയോ ആണ് ഇന്ന് വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കുംഭമാസം 2-ാം തീയതി, അതായത് ശിവരാത്രിയുടെ തലേ ദിവസമാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത്. കാക്കനാടുള്ള പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങൾ കെട്ട് നിറച്ചതും ഞാൻ തന്നെ പെരിയസ്വാമിയായി ഭാര്യയ്ക്ക് കെട്ട് നിറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗണപതിക്ക് തേങ്ങ ഉടച്ച് ഞങ്ങൾ കെട്ടുനിറ ആരംഭിക്കുകയാണ്. മഹാഗണപതി ഭഗവാനെ, ശിവശിവമയമേ, ചന്ദ്രകലാധരനെ, രാമകുടഭൂഷണനെ, ആനന്ദചിത്തനെ, ചിന്മയരൂപനെ, ഏകാന്തവനവാസനെ, ഓങ്കാരമൂർത്തിയെ, ഒന്നായ മൂർത്തിയെ, വൈഷ്ണവശക്തിയെ, ആദിപരാശക്തിയെ, അലികാല പ്രത്യക്ഷദേവനെ, ശബരിമലയിൽ കുടികൊണ്ട ഭഗവാനെ, സത്യമായ 18-ാം പടിയെ, മാളികപ്പുറത്തമ്മ സർവേശ്വരിയെ, കരിമല കറുപ്പസ്വാമിയെ, അറിവില്ലാ പിഞ്ചുപൈതങ്ങളാണ് സ്വാമിയെ, അറിവും ബോധം തരണം ഭഗവാനെ, കാത്തുരക്ഷിക്കണം പുണ്യ ഭഗവാനെ, എൻ ഗുരുനാഥനെ, മാതാപിതാ ഗുരു ദൈവങ്ങളെ, അഭയം അഭയം സ്വാമിയെ, 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 സ്വാമിയെ. അങ്ങനെ 11 മണിയോടുകൂടി നെയ്ത്തേങ്ങ നിറച്ച് കെട്ടൊക്കെ നിറച്ച് ഞങ്ങൾ പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്, പൊൻകുന്നത്തിനടുത്തുള്ള ഇളംകുളം. കാരണം ഇത് എൻ്റെ അച്ഛൻ്റെ നാടാണ്. അപ്പം എപ്പോൾ പോയാലും ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഉണങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനി നേരെ നമുക്ക് വിടാം എരുമേലിയിലെത്തി എരുമേലിയിൽ കന്നിസ്വാമി ആയതുകൊണ്ട്, കന്നി മാളികപ്പുറം ആയതുകൊണ്ട് ഒരു അമ്പൊക്കെ മേടിച്ചു. പെട്ടതുള്ളാൻ താല്പര്യമില്ല, കാരണം നല്ല ഉച്ച വെയിലിലാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഇത് വാവരുനടയിൽ വാവര് പള്ളിക്ക് ഞങ്ങളൊന്നൊരു വലത്തൊക്കെ ഇട്ടു. ഇനി എരുമേലി ചെറിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക്. നല്ല തിരക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ഇപ്പോഴും നല്ല തിരക്കാണ്. മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷമുള്ള തിരക്കാണ് ഇതെന്ന് ഓർക്കണം. നടയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, എങ്കിലും നമ്മളൊന്ന് കയറി ഉണങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് എരുമേലി ക്ഷേത്രം, വലിയ ക്ഷേത്രം. ഇവിടെ നിന്ന് നട അടഞ്ഞു കിടക്കുകയാണ്, കാരണം ഉച്ചയാണ് സമയം. അതുകൊണ്ട് ഒന്ന് പോയി തൊഴുത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോന്നു. ഇനി നേരെ പമ്പയിലേക്ക്. അതിനിടയ്ക്കൊന്ന് ചെറിയൊരു ഭക്ഷണം കഴിക്കണം, അതിന് നിർത്തി വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ചെറിയ ഒരു ഹോട്ടൽ കണ്ടു, അമ്പാടി. അവിടെ കയറി ഞങ്ങൾ ചെറിയ ഊണൊക്കെ കഴിച്ച് നേരെ പമ്പയിലേക്ക് വിടുകയാണ്. സ്വാമി ശരണം. പമ്പാവാലിയിലെത്തി. പമ്പാവാലി പാലവും ചെക്ക് പോസ്റ്റും കണ്ടാണ് മുമ്പോട്ട്. പണ്ട് ഈ വഴി അതിലൂടെയായിരുന്നു കേട്ടോ, താഴെ കൂടെ. ശരി, പിന്നീട് വന്നതാണ് ഈ പാലം. ഇത്
ഇത് തുലാപ്പള്ളി അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഗവിക്ക് ആങ്ങാമൊഴിയൊക്കെ കയറി പോകാവുന്ന വഴിയുള്ളത്. വണ്ടികൾ പോണ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പത്തനംതിട്ട റോഡിലേക്ക് അങ്ങനെ ഈ വളവ് തിരിഞ്ഞ് പമ്പവാലി വഴിയുള്ള റോഡാണിത്. വഴി ചെന്ന് കയറുന്നത് പമ്പ പത്തനംതിട്ട റോഡിലേക്കാണ്. അങ്ങനെ നമ്മൾ പമ്പ പത്തനംതിട്ട റാന്നി വഴി വരുന്ന വഴിയിലേക്ക് കയറി. ഇനി നേരെ നമ്മൾക്ക് നിലയ്ക്കൽ പമ്പ ആണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഉണ്ട് കേട്ടോ. റാന്നി പെരുന്നാട് ഫോറസ്റ്റ് റേഞ്ചാണ് ഇവിടെ കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗവും കൂടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്യമൃഗങ്ങളെ കാണാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. രക്ഷപ്പെട്ടു. നമ്മൾ നിലയ്ക്കലിനൊരു 3 കിലോമീറ്റർ ഇപ്പുറേ അതാ റോഡ് ബ്ലോക്കാണ്. ഈ സീസണിൽ ഇവിടെ ഒരു ബ്ലോക്ക് അസാധാരണമാണ്. അപ്പം സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ വണ്ടി ഉരുണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ബ്ലോക്കെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും 1.5 മണിക്കൂർ കൊണ്ട് ആ ചെക്ക് പോസ്റ്റ് വരെ നമ്മളെത്തി. ആ ദൂരെ ആ മലയുടെ മുകളിലാണ് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ട്. ഈ വളവിൽ ചെക്ക് പോസ്റ്റിലേക്കുള്ള വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. പോലീസ് ചെക്ക് പോസ്റ്റാണ്. നിലയ്ക്കലിലാണ് പാർക്കിംഗ് എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും നിലയ്ക്കലിൽ നമുക്ക് പാർക്കിംഗ് അല്ല. നമ്മളെ നേരെ പമ്പയിലേക്ക് വിട്ടു. പമ്പ ഹിൽ ടോപ്പാണ് നമ്മുടെ പാർക്കിംഗ് സ്റ്റേഷൻ. അപ്പം അതുകൊണ്ട് നിലയ്ക്കലിൽ നമുക്ക് കിടക്കേണ്ടി വന്നില്ല. 2 പേരുള്ളത് കൊണ്ടും അതിലൊരാൾ മാളികപ്പുറം ആയതുകൊണ്ട് തന്നതാണെന്ന് തോന്നുന്നു. അത് തന്നെയല്ല ഇപ്പം പാർക്കിംഗ് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹിൽ ടോപ്പിൽ. സ്വാമി ശരണം. അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിലയ്ക്കൽ പമ്പ ദൂരം എന്ന് പറയുന്നത് 18 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അട്ടത്തോടാണ്. അത്യാവശ്യം ഹോട്ടലുകളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അട്ടത്തോട്. അട്ടത്തോടും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ചാലക്കയം നമ്മളെത്തി. പണ്ട് KSRTC എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ KSRTC ബസ്സുകൾ ഈ ചാലക്കയം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് നടന്നായിരുന്നു പമ്പയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് പമ്പയ്ക്ക് ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ചാലക്കയം വലിയ വളവ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പമ്പയ്ക്ക്. ആദ്യം കാണുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റിന് 2 പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് KSRTC, പിന്നീടാണ് പമ്പ. ഇത് ഫോറസ്റ്റിൻ്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്. അവിടെ വണ്ടിയൊക്കെ കയറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. മുമ്പിൽ അടുത്ത് കാണുന്നതാണ് KSRTC ബസ് സ്റ്റേഷൻ. ധാരാളം ബസ്സുകളുണ്ട് KSRTCയുടെ. പമ്പ നിലയ്ക്കൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടുന്നുമുണ്ട്. ഇപ്പോൾ ഹിൽ ടോപ്പിലും ഇവിടെയൊക്കെ പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കുറച്ച് നാൾ മുമ്പ്, അതായത് 2018 പ്രളയത്തിന് ശേഷം ഈ തകർന്നു പോയിരുന്നു ഈ ഹിൽ ടോപ്പിലെയും ഇവിടുത്തെയൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ. അതിനുശേഷം വളരെ ലിമിറ്റഡായിട്ടേ വിടുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സീസണിലാണ് ആദ്യമായിട്ട് ഇതെല്ലാം തുറന്നു കൊടുത്തതെന്ന് തോന്നുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പമ്പയിലേക്കെത്തി. ആദ്യം നമ്മൾ കാണുന്നത് പുലിവാഹനായിട്ടുള്ള സ്വാമിയാണ്. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ ഒരു പുതിയ പ്രതിമയാണ്. പിന്നെ നമുക്ക് ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടെത്തണം. ഈ കാണുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനാണ്. ഇനി നേരെ മുമ്പോട്ട് പോയാലാണ് നമുക്ക് പാർക്കിംഗ് സ്പോട്ട് കിട്ടുക. 50 രൂപ പാർക്കിംഗ് ചാർജ് ഉണ്ട്. അത് കൊടുത്ത് ഞങ്ങൾ പതിയെ മുമ്പോട്ട് പോയി. അടുത്തെങ്ങും കിട്ടുന്ന ലക്ഷണമില്ല. കാരണം ഇവിടെ എല്ലാം നിറഞ്ഞു കിടക്കണം. എന്താണെങ്കിലും ഒരുവിധം അറേഞ്ച്ഡ് ആയിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പാർക്കിംഗ് സ്പോട്ടിൽ നമ്മൾ കണ്ടെത്തി. അവിടെ പാർക്ക് ചെയ്തു. ഇനി നടന്ന് പമ്പയിലേക്ക്. നമുക്ക് എന്തോരം വാഹനങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കും. വൈകുന്നേരം ഏതാണ്ട് 4 മണിയോളം ആയിട്ടുണ്ട് സമയം. പമ്പയുടെ ആദ്യത്തെ വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത്. വന്ന് നിന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കാഴ്ച. പമ്പയിൽ അത്യാവശ്യം വെള്ളം തടയണ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുളിക്കാം.
എന്നാണെങ്കിലും പമ്പയിലൊന്ന് ഇറങ്ങി മാളികപ്പുറം ആദ്യമായിട്ടാണ് ഇവിടെ ഒക്കെ കാണുന്നത്. മാളികപ്പുറം പണ്ട് എടുത്ത കുറേ ഞങ്ങളുടെ തന്നെ ശബരിമല വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് സ്ഥലത്തെക്കുറിച്ചൊക്കെ ഏതാണ്ട് നല്ല ധാരണയൊക്കെ ഉണ്ട്. മാളികപ്പുറം പമ്പയിലൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ കഴുകി ഇനി നമ്മൾ പമ്പ ഗണപതിയെ കാണാനായിട്ട് പോവുകയാണ്. ഇതിൽ ചില സ്ഥലങ്ങളിലേക്ക് വീഡിയോ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം പമ്പ ഗണപതി ശബരിമല സന്നിധാനം അമ്പലത്തിൻ്റെ പ്രദേശം അവിടെയൊക്കെ വീഡിയോ ഷൂട്ടിങ് നിരോധിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകൾ നടക്കൂലേ? അങ്ങനെ പമ്പ ഗണപതിയെ കണ്ട് പമ്പ ഗണപതിക്ക് തേങ്ങയൊക്കെ അടിച്ച് പാർവതി ദേവിയുടെ നട കണ്ട് തൊട്ടടുത്ത് ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും നടയിലൊക്കെ തൊഴുത് വെർച്വൽ ക്യൂ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ നട ചവിട്ടാൻ ആരംഭിക്കുകയാണ്. അതുപോലെ പന്തളം രാജാവിൻ്റെ ഒരു സ്ഥാനമുണ്ട് ഇവിടെ, അവിടെയും ഒന്ന് തൊഴുത് ഞങ്ങൾ മല ചവിട്ടാനായിട്ട് ആരംഭിക്കുന്നു. അപ്പോൾ നീലിമല വഴിയുള്ള വഴിയിലൂടെ പോകാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. സ്വാമി അയ്യപ്പൻ റോഡിലൂടെ പിന്നീട് ഒരിക്കൽ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നീലിമല കയറുകയാണ്. ഇതാണ് നീലിമലയുടെ ബോട്ടം. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് വഴികൾ നടന്ന് അങ്ങനെ കയറുകയാണ്. അപ്പോൾ ആദ്യത്തെ കയറ്റം നീലിമല നമ്മുടെ മാളികപ്പുറത്തിന് ചെറിയ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. കാരണം അതുപോലെയുള്ള കയറ്റമാണല്ലോ, ആദ്യമായിട്ട് ഇതുപോലെ കയറുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു കയറ്റമൊക്കെ ആയതുകൊണ്ട് നീലിമല ടോപ്പിൽ ചെന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം വിശ്രമിച്ചാണ് ഞങ്ങൾ പോയത്. അതുപോലെ ശബരിമലയ്ക്ക് പോകുന്നവർ ഇത് പറഞ്ഞതുപോലെ അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം കുടിച്ച് വേണം ശബരിമലയിലേക്ക് കയറാനായിട്ട്. എന്തെങ്കിലും ക്ഷീണം തോന്നിയാൽ അവിടെ വിശ്രമിക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാച്ചിവാട് എത്താറായി. അപ്പാച്ചിവാടിൻ്റെ കയറ്റം എന്ന് പറഞ്ഞാൽ വളരെ കുത്തു കയറ്റമാണ്. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പ് തൊട്ട് താഴെ ഇരുന്നൊരു ഓറഞ്ചൊക്കെ കഴിച്ചിട്ടാണ് മാളികപ്പുറം കയറാം എന്നങ്ങ് തീരുമാനിച്ചത്. അപ്പാച്ചിവാടിലാണ് നമ്മൾ ഉണ്ട വഴിപാട് നടത്തേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു അരിയുണ്ടയൊക്കെ വാങ്ങി, അരിയുണ്ട താഴെയുള്ള മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു വഴിപാടാണിത്. ഒരു അരിയുണ്ടയ്ക്ക് 10 രൂപയാണ് മേടിക്കുന്നത്. അങ്ങനെ 4 അരിയുണ്ടയൊക്കെ വാങ്ങി മാളികപ്പുറം എറിയുകയാണ്. അപ്പച്ചവടിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചു. ഈ വിശ്രമം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ദൂരെ ആൾക്കാരിങ്ങനെ കയറുന്നതും പോകുന്നതൊക്കെ കാണാം. പണ്ട് കണ്ടതുപോലെയല്ല, ഈ വേനലായതുകൊണ്ട് തന്നെ ഈ പാതകളൊക്കെ നല്ല വൃത്തിയാണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാം. അങ്ങനെ ഞങ്ങൾ ശബരിപീഠത്തിലെത്തി. ശരംകുത്തിയിൽ പോകുന്നതിന് പകരം ഇപ്പോൾ എല്ലാവരും ശബരിപീഠത്തിലാണ് ശരം അർപ്പിക്കുന്നത്. അപ്പം അവിടെ ശരം അർപ്പിക്കാനായിട്ട് മാളികപ്പുറം തീരുമാനിച്ചങ്ങനെ ശരം അർപ്പിക്കുകയാണ് ഇവിടെ. ശബരിപീഠത്തിനൊരു ബലമൊക്കെ ഇട്ട് നമുക്ക് പോവാം. ശബരിമല കയറ്റമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയും ലെവലായിട്ടുള്ള റോഡാണ്. ഇനി മരക്കോട്ടം എത്തി. മരക്കോട്ടത്ത് നിന്ന് 2 കിലോമീറ്ററാണ് ശബരിമലയ്ക്കുള്ളത്. അപ്പോൾ ആ നിരപ്പായ സ്ഥലത്തൂടെ നടക്കുകയാണ്. ശബരിമലയിൽ വലിയ നടപ്പന്തലിലേക്കുള്ള പാതയായി. വലിയ നടപ്പന്തലിൽ നമ്മൾ എത്താറായി. ഇതാണ് വലിയ നടപ്പന്തൽ. ഇവിടെ നിന്ന് ക്യൂ ആണ് നമ്മൾ 18-ാം പടി കയറാനായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്കിലായി. സ്വാമി ശരണമയ്യപ്പ. ഏതാണ്ട് 1.5 മണിക്കൂറാണ് ബ്ലോക്കിൽ നമ്മൾ പെട്ടുപോയത് കേട്ടോ. വീണ്ടും 18-ാം പടിയുടെ തൊട്ട് താഴെ വീണ്ടും വന്ന് ബ്ലോക്കായി. അവിടെയും ഏതാണ്ട് അതുപോലെ തന്നെ സമയം
നിന്നു. ഈ തിരക്കിനിടയ്ക്ക് ഇനി വീഡിയോ എടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. അതുപോലെ ശ്രീകോവിലിൻ്റെ അടുത്ത് വീഡിയോ എടുക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീകോവിലിന് ചുറ്റുമുള്ള ഭാഗവും വഴി വീഡിയോ എടുക്കുന്നില്ല. ഇത് 18-ാം പടിയിൽ ആൾക്കാർ കയറുന്നതാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് ഞെരുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ. ആണ് 18-ാം പടി. അങ്ങനെ ഭഗവാനെ തൊഴുതു. ഇനി ഞങ്ങൾ മാളികപ്പുറത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ സമയം 10 കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മാളികപ്പുറത്തിൻ്റെ നടയൊക്കെ അടച്ചുപോയി. ഹരിവരാസനം കേട്ട് ഞങ്ങൾ പതിയെ താഴേക്കിറങ്ങി. ഇനി എവിടെയെങ്കിലും ഒന്ന് വിരി വയ്ക്കണം. ഇതാണ് ഇവിടുത്തെ തിരക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ പ്രസാദമായിട്ട് അപ്പവും ഒക്കെ വാങ്ങി ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. രാവിലത്തെ നെയ്യഭിഷേകത്തിന് നിന്നാൽ നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം നെയ്യഭിഷേകത്തിനുള്ള ക്യൂവിൽ ഇപ്പോൾ തന്നെ ആൾക്കാർ കിടക്കുകയാണ്. രാവിലെ 5:30 തുടങ്ങേണ്ട നെയ്യഭിഷേകത്തിന് ഇപ്പോഴേ ആൾ കിടക്കുകയാണ്. അപ്പം അത് നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് ഞങ്ങൾ തോണിയിലൊഴിച്ചു. ദൂരെ നിന്ന് 18-ാം പടി കണ്ടു. ഇതാണ് വലിയ നടപ്പന്തലിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തി അവിടെ വിരിയൊക്കെ വെച്ച് ഒന്ന് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം എന്നുള്ള ധാരണയിലാണ് അവിടെ കിടന്നത്. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഈ സന്നിധാനത്തെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടോ, വലിയ നടപ്പന്തലിൽ ഇപ്പോൾ ക്യൂവിൽ ആൾക്കാർ കിടക്കുകയാണ്. എല്ലാ ക്യൂവിലും ആൾക്കാർ കിടക്കുകയാണ്. അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മണി 4 മണി ആയപ്പോഴുള്ള കാഴ്ച ഇതാണ്. എല്ലായിടത്തും സ്വാമിമാർ എല്ലാ വരികളിലും കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊരു ശിവരാത്രി തലേന്നാണെന്ന് ഓർക്കണം. ഇതുപോലെ തിരക്ക് വരുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞങ്ങൾ 4 മണി കഴിഞ്ഞപ്പോൾ റെഡിയായി എഴുന്നേറ്റ് ഇനി ഒന്നുകൂടെ ഭഗവാനെ ഒന്ന് തൊഴാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കി ദൂരെ നിന്ന് തൊഴുതു. 18-ാം പടി തൊഴുത് തിരിച്ച് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പോയത്. ഇവിടെ വന്ന് വീഡിയോ അവിടെ ചെന്നെടുക്കരുതെന്നല്ലേ പറയുന്നത്. 18-ാം പടി ഒന്ന് സൂം ചെയ്ത് കാണുന്നതാണ്. അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ സമയം 4 മണി. 5 മണിക്കാണ് നട തുറക്കുക. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാനായിട്ട് തീരുമാനിച്ചു. കാരണം ഇത് നോക്കൂ, എവിടം വരെയാണ് ഇന്നത്തെ ക്യൂ എന്ന് നോക്കുക. ഇവിടെ എല്ലാം ആൾക്കാർ സ്വാമിമാർ കാത്തിരിക്കുകയാണ് അയ്യനെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി എന്ത് തിരക്കാണെന്ന് നോക്കിയേ. ഇവിടെ മുതലേ ഇപ്പോൾ ജലമാണ്. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരക്കാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത്. മരക്കോട്ടത്തിലെത്തി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നടക്കാവുന്നതാണ് നമ്മുടെ തീരുമാനം. ഓരോ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പതിയെ നിങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് ഈ സ്വാമിമാരുടെ വരവ്. എന്ത് ആവേശത്തോടുകൂടിയാണ് അവർ വിളിക്കുന്നതെന്ന് നോക്കി. അത് കേട്ട് ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി. ഇറക്കം താരതമ്യേന എളുപ്പമാണ് കേട്ടോ. അത് തന്നെയല്ല, അതിരാവിലെ ആയതുകൊണ്ട് നമുക്കൊരു മൊത്തത്തിലൊരു എനർജിയും ഊർജ്ജവും ഒക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം തണുപ്പുമുണ്ട്. സന്നിധാനത്ത് നട തുറന്നതിൻ്റെ സൂചനയായിട്ടുള്ള പാട്ടുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കയറിപ്പോയ വലിയ കയറ്റം ഇറങ്ങി വരുമ്പോഴാണ് അത് എത്ര വലുതായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. സൂക്ഷിച്ച് ഞങ്ങൾ
പതിയെ താഴേക്ക് ഇറങ്ങി പോരുകയാണ്. കയറിപ്പോകാനായിട്ട് 2.5-3 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോരാനായിട്ട് 1.5-1.25 മണിക്കൂറേ എടുത്തുള്ളൂ കേട്ടോ. മാറി വയ്ക്കണം, അപ്പുറത്തായി പോയല്ലോ. ഒരു എമർജൻസി വെഹിക്കിൾ മുകളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ആംബുലൻസായിട്ട് വണ്ടി ഓടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സൈഡിൽ കോൺക്രീറ്റ് സ്ലോപ്പിൽ തന്നെ വാർത്ത് വെച്ചിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് പമ്പ വരെ ഓടുന്ന ആംബുലൻസുകളും ട്രാക്ടറുകളും ഒക്കെ ധാരാളമുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടത്തിലെത്തി. ഇനി ക്ഷീണം മാറാനായിട്ട് രാവിലെ ഒരു കരിക്കൂടെയാകും. ഒരു കട്ടൻ കാപ്പി കുടിച്ചതാണ്. കട്ടൻ കാപ്പി കുടിച്ചത് ഒരു 1.5 മണിക്കൂർ മുമ്പാണ്. ഇനിയിപ്പോൾ ഒരു കരിക്കൂടെ കൂട്ടത്തിൽ കഴിച്ചേക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. ക്ഷീണം മാറണമല്ലോ. രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കരിക്കിന് 50 രൂപയേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ 60-70 ഒക്കെയാണ് വില. ഇവിടെയാണ് ആറാട്ടൊക്കെ നടക്കുന്ന സ്ഥലം. ആറാട്ടൊക്കെ നടക്കുന്ന സ്ഥലം അതാണ്. ഇവിടെയാണ് ഉത്സവത്തിന് ആറാട്ടൊക്കെ നടക്കുന്ന സ്ഥലം, പമ്പയിൽ. ഇവിടെ വെള്ളം തടയണ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ എക്രോസ് ആയിട്ടൊരു ചെറിയ ചപ്പാത്ത് പോലൊരു പാലമുണ്ട്. അപ്പോൾ പാലം കടന്ന് അപ്പുറത്തൂടെ നടന്നു കഴിഞ്ഞാൽ പമ്പയുടെ നല്ല ഭംഗിയുള്ള രൂപം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ തോന്നുന്നല്ലോ. ആ സൈഡിൽ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ശരിക്കും ഗംഗാരതി അല്ലെങ്കിൽ ഇപ്പോൾ തിരുനാവായിൽ നടന്ന നിള ആരതിയൊക്കെ പോലെ തോന്നില്ലേ ദൂരെ നിന്ന് കാണുമ്പോൾ. ഈ സമയത്ത് വന്നത് ഇത് കാണാനുള്ള ഒരു ഭാഗ്യമുള്ളത് കൊണ്ടാണെന്ന് നമുക്ക് തോന്നുന്നത്. എന്നാണെങ്കിലും ഈ കരയിലൂടെ അധികം ആൾക്കാരും വരുന്നില്ല. നമുക്ക് ശരിക്കും ആസ്വദിച്ച് നടക്കുകയും ചെയ്യാം. പഴയ പോലെയല്ല, പമ്പ ഇപ്പോൾ കുറേയൊക്കെ വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഒരു ഗുണമാണിത്. അങ്ങനെ വാഹനത്തിലെത്തി. മഞ്ഞ് വീണ് കിടക്കുകയാണ്, മിസ്റ്റ് വീണ്. ഇപ്പോഴും വാഹനത്തിനൊന്നും എണ്ണം കുറവുണ്ടായിട്ടില്ല. ഇപ്പോഴും ധാരാളം വണ്ടികൾ കിടക്കുന്നുണ്ട്. അങ്ങനെ പമ്പയോട് പതിയെ വിട പറയുകയാണ്, ശബരിമലയോട് വിട പറയുകയാണ്. അടുത്ത വരവ് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ. നിലക്കൽ ഷട്ടിലടിക്കുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത്. ഈ ബസ്സിൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലക്കൽ പോയി ഇറങ്ങാം.
നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം ഇന്നിവിടെ ശിവരാത്രിയുടെ പരിപാടികളുണ്ട്. മഹാദേവ ക്ഷേത്രത്തിലേക്കായാൽ നമ്മൾ കയറി പോകുന്നില്ല, നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് പോരുകയാണ്. കൈ പിടിക്കണം, എന്നാലേ പറ്റുള്ളൂ. നേരെ പോയ പത്തനംതിട്ടയൊക്കെ പോയിട്ട് വരാം. രവി അങ്ങാമൊഴി വളവ് നല്ല രസമുണ്ട് കാണാൻ. വീണ്ടും എരുമേലിയിൽ തിരക്കിന് ഒരു കുറവുമില്ല. ഇന്ന് ശിവരാത്രി കൂടെ ആയിട്ടും ഒരു കുറവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും എളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടെ നിന്നും മാളികപ്പുറത്തിന് സ്റ്റിയറിംഗ് കൈമാറി ഞാനന്ന് കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് തീരുമാനിച്ചു. വീണ്ടും പാട്ടുപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ചെന്ന് വേണം നമുക്ക് മാല ഊരാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ, ശബരിമലയുടെ ഈ കാഴ്ചകൾ ഉൾപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിരാടം വിനോദം ദ 60+ യങ്സ്റ്റർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കൂടുതൽ ക്ഷേത്രങ്ങളും കൂടുതൽ നാട്ടുകളും ഒക്കെ കാണിച്ചുകൊണ്ട് വീണ്ടും വരുന്നതാണ്. വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.